ഹണി റോസ് ഒരു ദിവസം ഒരു പരാതി പറഞ്ഞു. ആരെക്കുറിച്ച്? ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച്. നമുക്കറിയാം. ഇത് കേട്ട വഴിയെ മുഖ്യമന്ത്രി ആവേശഭരിതനായി. കാരണം എന്താ? ഹണി റോസ് ആണല്ലോ പരാതി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി അപ്പൊ തന്നെ അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഒരു സ്ത്രീ സുരക്ഷാ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ പേരാണ് കോമഡി, പി ശശി. സ്ത്രീ സുരക്ഷാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പി ശശി സ്വന്തം പാർട്ടിയിൽ നിന്ന് 7 കൊല്ലം പീഡന കേസിൽ പാർട്ടി തന്നെ പുറത്താക്കിയ വ്യക്തിയാണ്. പോട്ടെ, അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച അകത്തിട്ടു. രണ്ടാമതൊരു സ്ത്രീക്ക് നീതി ലഭിച്ചു. ആ സ്ത്രീയുടെ പേര് ഷെറിൻ എന്നാണ്. ആരാണ് ഈ ഷെറിൻ? ചെങ്ങന്നൂരിലെ കാർന്നവർ വധക്കേസ്. ആരാ കാർന്നവര്? ഈ ഷെറിന്റെ അമ്മായിയച്ഛൻ. അങ്ങനെ അമ്മായിയച്ഛനെ കൊന്ന മരുമോള് ഈ ഷെറിൻ അവരെ കുറ്റം ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് 14 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ഈ 14 കൊല്ലം ആകുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിലെ സർക്കാർ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഈ ഷെറിൻ ഈ ശിക്ഷ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. കാരണം ജയിൽ ഉദ്യോഗസ്ഥരോട് ഇത്രയും മാന്യമായി ഇടപെട്ടിരുന്ന ഒരു കുട്ടി വേറെ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ അടക്കവും ഒടുക്കമുള്ള ഈ കുട്ടിക്ക് നമ്മൾ ശിക്ഷ ഇളവ് നൽകണം എന്ന് ഈ കേരളത്തിലെ സർക്കാർ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഷെറിൻ ജയിൽ മാറ്റം എന്തുകൊണ്ട്? ജയിൽ ഉദ്യോഗസ്ഥരെ അനുസരിക്കാത്തത് കൊണ്ട് 3 പ്രാവശ്യം ജയിൽ മാറ്റത്തിന് വിധേയമായ വ്യക്തിയാണ്. അത് മാത്രമല്ല, സഹതടവുകാരിയുടെ തല അടിച്ചു പൊളിച്ച കേസിലെ പ്രതി കൂടിയാണ് ഈ ഷെറിൻ. ആ പ്രതിയാണ് തങ്കപ്പെട്ട കുട്ടി എന്ന് കേരളത്തിലെ സർക്കാർ പറഞ്ഞു. അതുമാത്രമല്ല, ഈ ഷെറിന് കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ 200 ദിവസമാണ് പരോള് ലഭിച്ചത്. ഇപ്പോഴും പരോളിലാണ്. മിനിങ്ങാന്ന് പരോളിലിറങ്ങി. അപ്പോഴാണ് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ഒരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഈ ഷെറിൻ പരോൾ ലഭിച്ച് പുറത്തിറങ്ങുമ്പോ ജയിലിന്റെ പുറത്ത് ഒരു ബെൻസ് കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ബെൻസ് കാറിൽ ഇരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ PA ആയ പ്രദീപാണ്. ഈ ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ എന്ന് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. മാനമുള്ളവരാണല്ലോ നഷ്ടമുള്ളൂ, അതുകൊണ്ട് കേസ് കൊടുക്കാൻ പുള്ളിക്കാരൻ പോയില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ കൊലയാളികളായ വ്യക്തികൾക്ക് വേണ്ടി ഉള്ള സ്ത്രീ സുരക്ഷയല്ലാതെ കേരളത്തിൽ എന്ത് സ്ത്രീ സുരക്ഷയുള്ളത്? നമ്മുടെ ആശാ വർക്കർമാർ 60 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ പൊരിഞ്ഞ വെയിലത്ത്, ഈ കോരിച്ചെറിയുന്ന മഴയത്ത് അവർ സമരത്തിലാണ്. അവർ തലമുണ്ടനം ചെയ്തു. അവർ എത്ര ദിവസമായി നിരാഹാര സമരത്തിലാണ്. എന്താണ് അവരുടെ ആവശ്യം? 7000 രൂപയുടെ അവരുടെ ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന ആവശ്യം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്, അയ്യോ ഒരു രക്ഷയില്ല, കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ്, 7000 രൂപയ്ക്ക് ഒരു കുടുംബമൊക്കെ കഴിഞ്ഞു പോകാം എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നമ്മൾ കണ്ടതാണ്. ആരോഗ്യമന്ത്രി ഇത് പറയുമ്പോ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിന് 55,000 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നു. അത് പോട്ടെ, അവരുടെ കാശാണെങ്കിൽ അവരുടെ കാശ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ആർക്കാണ്, ഏത് സ്ത്രീക്കാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു നീതി ലഭിച്ചിട്ടുള്ളത്? ഏത് ചെറുപ്പക്കാർക്കാണ് നീതി ലഭിച്ചുള്ളത്? ഇപ്പൊ നമുക്കറിയാം, ഞാൻ സംസാരിക്കുന്ന അങ്കമാലിയിൽ നിന്നാണ്. കാരണം എന്താ? ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞ് എന്തുകൊണ്ടാണ് കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കാത്തത്, കേരളത്തിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തത്, കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത്? നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഒരു തലമുറയ്ക്ക് ശേഷം ഇനി ആരുണ്ട് ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരനായിട്ട്? പല വീടുകളും ഇപ്പോൾ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. പല വീട്ടുകാരും ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ഈ സ്ഥിതി സംഭവിച്ചത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ നാട് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കട്ടുമുടിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ മൈഗ്രേഷന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ പണ്ടത്തെ മൈഗ്രേഷൻ എന്താ? പണ്ട് ഗൾഫിലായിട്ട് മൈഗ്രേഷനാണ്. ഗൾഫിൽ ഒരാൾ പോകുന്നു, അവരവിടെ ജോലി എടുക്കുന്നു, അവർ ജോലി എടുക്കുന്ന സാലറിയുടെ ഒരു ഭാഗം കേരളത്തിലേക്ക് അയക്കുന്നു, കേരളത്തിൽ ഒരു വീട് പണിയുന്നു, ഇവിടെ കുറെ സാധന സാമഗ്രികൾ മേടിക്കുന്നു, ഇവിടെ കാർ മേടിക്കുന്നു, കുട്ടികൾ ഇവിടെ പഠിക്കുന്നു, ഇവിടെ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, ഈ നാടിന് അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. പക്ഷേ ഇന്നത്തെ മൈഗ്രേഷന്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ മൈഗ്രേഷൻ ഇപ്പോ UK പോയാൽ, ഇപ്പൊ എന്റെ സഹോദരൻ UK ഞാൻ മൈഗ്രേഷൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഈ നാട്ടിൽ എന്തുകൊണ്ട് മൈഗ്രേഷൻ വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു UK ഒരു വ്യക്തി പോയാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ +2 കഴിഞ്ഞ് ഒരാൾക്ക് ഇവിടെ ജീവിക്കണ്ട, +2 കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി UK പോകും. സ്റ്റേ ബാക്ക് ഉൾപ്പെടെ 5 കൊല്ലം UK ചെന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തുന്നു. ഉടനെ തന്നെ ഇവിടുന്ന് ഒരു നേഴ്സിനെ കല്യാണം കഴിക്കും.
ഇങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ മാതാപിതാക്കളോടുള്ള സ്നേഹം തുടങ്ങും അല്ലെ? കൊച്ചുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുടെ ഒരു സ്നേഹപ്രകടനം. അയ്യോ, പപ്പായും മമ്മിയെ ഒന്ന് UK കൊണ്ടുപോകണം ഞാൻ എത്ര കാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴാണ് അതിന് സമയം വന്നത്. കാരണം എന്താ? കൊച്ചിനെ നോക്കാൻ വേറെ ആളില്ല. അവിടെ ചെന്നിട്ട് നിങ്ങൾ വേണം കൊച്ചിനെ നോക്കാൻ. അങ്ങനെ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഇവർ പോകുന്നു. എന്നാലും കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത് എന്താ? അവരവിടെ ഒരു വീട് മേടിക്കുന്നു. ഈ വീട് മേടിക്കുന്നതിന് 35 കൊല്ലം 40 കൊല്ലം ലോണാണ്, വലിയ തുകയ്ക്കുള്ള ലോൺ. അവസാനം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭൂരിഭാഗവും ഈ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു. അതും മാത്രമല്ല, ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രതിഭാസം, അവർ നാട്ടിലുള്ള അവരുടെ സ്വത്തുവകകൾ വിൽക്കുന്നു. എന്റെ നാട്ടിലുള്ള അവരുടെ സ്വത്തുക്കളൊക്കെ വിൽക്കും. മേടിക്കാനാണെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? UK മേടിച്ച വീടിന്റെ ആ കടം അടച്ചു തീർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പോയവർ നാളെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ നാടിന് എന്താണ് ഒരു മൈഗ്രേഷൻ കൊണ്ടുണ്ടാകുന്ന അഭിവൃദ്ധി എന്നുള്ളിടത്താണ്. എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, അവരെ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടാണ് അവരെ കൊണ്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവര് ഈ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരന് ഒരു തൊഴിൽ ലഭിക്കുമോ PSC വഴി? ഇപ്പൊ നിങ്ങൾക്കറിയാം, 2 കൊല്ലം മുമ്പാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്തുണ്ടായി. കത്തിക്കുത്ത് കേസിലെ 1-ാം പ്രതിയുടെ പേര് ശിവരഞ്ജിത്ത്, 2-ാം പ്രതിയുടെ പേര് നിസാം. നിങ്ങൾക്കറിയുമോ ഈ കത്തിക്കുത്ത് കേസിന് ശേഷം വരുന്ന പോലീസ് PSC റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്കുകാരൻ ഇതേ ശിവരഞ്ജിത്ത്, 2-ാം റാങ്കുകാരൻ ഇതേ നിസാം. ഈ കത്തിക്കുത്ത് കേസ് അന്വേഷിക്കാൻ പോയ പോലീസുകാരൻ ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ, യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവെഴുതാത്ത ഉത്തരക്കടലാസുകൾ, യൂണിവേഴ്സിറ്റിയുടെ സീലുകൾ. അപ്പൊ ഇതൊക്കെ കാണുന്ന കേരളത്തിലെ ഏത് ചെറുപ്പക്കാരനാണ് എന്നാ ഞാൻ ഇനി ഒരു PSC പരീക്ഷ എഴുതി ജോലി മേടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നത്? ഇപ്പൊ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലാണ്. അവരുടെ ലിസ്റ്റിന്റെ കാലാവധി തീരാറായി, പക്ഷെ അവരെ ആരും ജോലിക്കെടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കേരളത്തിന്റെ തൊഴിലിടങ്ങളിൽ മുഴുവൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ച് ഈ നാടിനെ തച്ചു തകർത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവർ മാത്രമാണ് ഈ മൈഗ്രേഷന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ക്ഷേമമില്ലാത്ത, ഇവിടുത്തെ യുവാക്കൾക്ക് ക്ഷേമമില്ലാത്ത, സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത, ക്രമസമാധാനവും മനസമാധാനവും നഷ്ടപ്പെട്ട ഒരു നാടായി കേരളം മാറി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ പുതിയതായിട്ട് കുറെ പാർട്ടിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആരാണ്? BJP കേന്ദ്രം